പൊൻകുന്നം അട്ടിക്കലിൽ പ്രവാസി സംരംഭകൻ ലോഡ്ജിനായി നിർമ്മിച്ച കെട്ടിടത്തിന് പഞ്ചായത്ത് നമ്പർ നൽകാൻ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമാണ് ബി.ജെ.പി. ഉന്നയിക്കുന്നത്. അട്ടിക്കൽ ശിവവിലാസത്തിൽ സലി കെ.എസിന്റേതാണ് കെട്ടിടം. ഇന്നലെ നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ബി.ജെ.പി. അംഗങ്ങൾ ഇറങ്ങിപ്പോകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. ഗിരീഷ് കുമാർ ഉന്നയിക്കുന്നത്. നിയമപരമായി കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം പരിഗണിക്കാതെയാണ് കെട്ടിടം പണിതിരിക്കുന്നത്. സാങ്കേതിക വിഭാഗം നൽകുന്ന നിർദ്ദേശം പാലിക്കേണ്ടത് കെട്ടിട ഉടമയുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രസിഡന്റ് പറയുന്നു. നിയമപരമായ കാര്യങ്ങൾ പാലിച്ചാൽ നമ്പർ നൽകുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും ടി.എൻ. ഗിരീഷ് കുമാർ പറഞ്ഞു. ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലീഗലായി പണിതു അത് റെഗുലറൈസ് ചെയ്താൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്വാഭാവികമായും പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പാകെ ഈ കാര്യം വരുന്നത്. സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക? ഒരാളൊരു ആപ്ലിക്കേഷൻ തന്നാൽ അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുവാദത്തോടെ അല്ല ബിൽഡിംഗ് പെർമിറ്റ് ഇവിടെ നൽകുന്നതും കേരളത്തിലൊരു സ്ഥലത്തും അങ്ങനെയല്ല. അതാണ് നിയമം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ അല്ലാതെ വരുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ ഭരണസമിതിയുടെ മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ വരേണ്ടത്. അപ്പം വന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇദ്ദേഹത്തിനെതിരായി നിൽക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇല്ലീഗലാണ് എന്നുള്ളതാണ്. പിന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കേണ്ടതില്ല. കാരണം ഇത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് പോലെ നമ്മളുടെ മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയുടെ സൈഡിലുള്ള ഒരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിനകത്ത് നിയമപരമായി എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടാണോ ഈ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ അത് ലീഗലായിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ നമ്പർ ലഭിക്കാൻ യാതൊരുവിധ തടസ്സവും ഈ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കെട്ടിടത്തിന് നമ്പർ അനുവദിക്കുന്നത് ഭരണസമിതിയല്ലെന്നും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പ്രശ്നം പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉന്നയിക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ സേതു മാന്താടൻ പറഞ്ഞു. ഒരു പെർമിറ്റിനെ സംബന്ധിച്ചോളം ആ പെർമിറ്റ് അനുവദിക്കുന്ന ഭരണസമിതിയല്ല. ഇവിടുത്തെ ഓവർസിയർ വന്ന് സ്ഥലം കണ്ട് AE വന്ന് അത് പരിശോധിച്ചതിന് ശേഷം ഗവൺമെൻറ് തലത്തിൽ ക്ലറിക്കൽ സ്റ്റാഫ് ഉദ്യോഗ തലത്തിൽ നടത്തുന്ന ഒരു തീരുമാനമാണ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഒരു പെർമിറ്റിനും പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഒരു അവകാശമില്ല അത് തടയാനോ തടഞ്ഞു വെക്കാനോ അനുവദിക്കാനോ. അനുവദിക്കേണ്ടതെല്ലാം പഞ്ചായത്തിൻ്റെ ഓഫീസ് അംഗങ്ങളടങ്ങുന്ന ഓവർസിയർ തൊട്ട് AE തൊട്ട് സെക്രട്ടറി തൊട്ട് ക്ലറിക്കൽ സ്റ്റാഫ് തൊട്ട് അടങ്ങുന്ന ഒരു ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനത്തിൽ ചെറുകിട പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഇതിനകത്ത് കൈ കടത്താനോ ഇത് തടഞ്ഞു വെക്കാനോ അധികാരമില്ലെന്നുള്ളതാണ് എൻ്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.